ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഹവർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വേറൊന്നുമില്ല, വീട്ടിൽ റൈസൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള റൈസ് വെച്ചിട്ടാണ് നമ്മളിന്ന് പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളത് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുള്ള റൈസാണിത്. ഇതിപ്പോൾ ഒരു 2 കപ്പ് റൈസ് ഉണ്ടാവും. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അത് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ 2 കപ്പ് റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. റൈസ് ഫ്രീസ് ചെയ്തതായതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തീരെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് അരിപ്പൊടി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് അളവായിരുന്നു, അതുകൊണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള പൊടി നല്ല പോലെ കുതിർത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ട് ചുട്ടെടുക്കാൻ വേണ്ടി അതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി നല്ല കുതിർത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തേങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ പൊടി വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുമ്പോൾ പുട്ടിന് നല്ല സോഫ്റ്റ് ആയിരിക്കും.
ഇനി ബാക്കിയുള്ള പൊടി കൊണ്ട് ഇതുപോലെ ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. All of you take care and bye-bye. Thanks for watching.